ഹലോ എവരി വൺ. സോ ഇന്നത്തെ ക്ലാസ്സിൻ്റെ വീഡിയോ ആണ്. ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു എങ്ങനെയാണ് ആംബിയസ് ലോയിൽ ഇൻകൺസിസ്റ്റൻസി വന്നതെന്നും എങ്ങനെ അത് മാക്സ്വെൽ മോഡിഫൈ ചെയ്ത് നമുക്ക് മാക്സ്വെൽസ് ഇക്വേഷനിലേക്ക് കൊണ്ടുവന്നു എന്നും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷെ ഒരു വട്ടം കൂടി കുറച്ച് പേര് ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചും കൂടി ഒന്ന് ക്ലാരിറ്റി കിട്ടും നോട്ട് വെച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ. സോ അതിനു വേണ്ടി മാത്രം ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം ഏതൊക്കെ ലോസാണ് മാക്സ്വെൽസ് ഇക്വേഷനിൽ വരുന്നത്. ഗോസസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ. പിന്നെ ഗോസസ് ലോ ഓഫ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0. പിന്നെയുള്ളത് എന്താണ്? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. പിന്നെ ആംബിയസ് സർക്യൂട്ടൽ തിയറം ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു ജെ. ഇതെല്ലാം എല്ലാ കേസസിലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് മാക്സ്വെൽ. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ കേസിലും മാഗ്നറ്റോസ്റ്റാറ്റിക്സിലും ഒക്കെ കുഴപ്പമില്ലാതിരുന്ന ഈ ഇക്വേഷൻ ടൈം വേരിയിങ് ഫീൽഡ് വന്നു കഴിയുമ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നു. സോ ചെക്ക് ചെയ്തത് എന്താണ്? ബോക്സ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു. സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് ഇയും ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എച്ചും നോക്കി. അപ്പോൾ നമുക്കറിയാം ബോക്സ് പ്രോഡക്റ്റ് ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു 0. ഡെല്ലും റിപ്പീറ്റ് ചെയ്ത് ബോക്സ് പ്രോഡക്റ്റിൽ വന്നു കഴിഞ്ഞാൽ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അത് കറക്റ്റാണ്, നമുക്കറിയാം. ഈ ബൈ ഐഡൻറ്റിറ്റി ലെഫ്റ്റ് സൈഡ് 0 ആണ്. അപ്പോൾ റൈറ്റ് സൈഡ് എന്താണ്? മൈനസ് ഡോ ബി ബൈ ഡോ ടി ആണ്. അവിടെയും ഡെൽ ഡോട്ട് ഫംഗ്ഷൻ ഇട്ടു. അപ്പോൾ മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ഡോട്ട് ബി എന്ന് വന്നു. സോ ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0 അല്ലേ? അപ്പം ആ ഇക്വേഷൻ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെയിൽ ഈ ബോക്സ് പ്രോഡക്റ്റ് ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു 0 എന്ന ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ആയിട്ടുണ്ടോ നോക്കുവാണ്. അപ്പോൾ എന്താണ്? ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് ലെഫ്റ്റ് സൈഡ് ബൈ ഐഡൻറ്റിറ്റി 0 ആണ്. റൈറ്റ് സൈഡ് എന്താണ്? ജെ ആണ് അല്ലേ? അപ്പോൾ ഡെൽ ഡോട്ട് ജെ എന്ന് പറയുന്നത് 0 അല്ല. നമുക്കറിയാം, നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പഠിച്ചപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ സ്റ്റേഷനറി ചാർജാണ് സോഴ്സ് എങ്കിൽ ഡെൽ ഡോട്ട് ജെ ഇസ് ഈക്വൽ ടു റോ ആണ്. ഇനി ടൈം വേരിയിങ് ഫീൽഡിലാണെങ്കിൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം ഡെൽ ഡോട്ട് ജെ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ റോ ബൈ ഡോ ടി ആണ്. അത് 0 അല്ലല്ലോ, കാരണം റോ ഒരിക്കലും 0 ആവത്തില്ല. ചാർജ് കോൺസെൻട്രേഷനാണ്. ചാർജ് കോൺസെൻട്രേഷൻ 0 ആണെങ്കിൽ അവിടെ ഫീൽഡ് ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ റോ 0 ആകത്തില്ല. ഓക്കെ, അപ്പോൾ ഡോ റോ ബൈ ഡോ ടി 0 ആവത്തില്ല. അതായത് സ്റ്റേഷനറി ചാർജിൻ്റെ കേസിൽ ഓക്കെയാണ്. സ്റ്റേഷനറി ചാർജിൻ്റെ കേസിലാണെങ്കിൽ ഓക്കെയാണ്, ഡോ റോ ബൈ ഡോ ടി 0 ആകും. പക്ഷേ ടൈം വേരിയിങ് ഫീൽഡിൻ്റെ കേസിൽ അത് 0 ആകത്തില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആംബിയസ് ലോ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല. സോ ആംബിയസ് ലോ മോഡിഫൈ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്തു? നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കറണ്ട് ഡെൻസിറ്റി പല ടൈപ്പ് ഉണ്ട്. കണ്ടക്ഷൻ കറഞ്ഞുണ്ട്, കൺവെക്ഷൻ കറഞ്ഞുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് കറഞ്ഞുണ്ട് അല്ലേ? അതിൽ കൺവെക്ഷൻ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രൂ സം മീഡിയം, ഡയറക്റ്റ് മീഡിയം അല്ലെങ്കിൽ എയർ മീഡിയത്തിലൂടെ കാത്തോഡിൽ നിന്ന് ആനോഡിലേക്ക് ഇലക്ട്രോൺസ് അട്രാക്റ്റഡ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിനുള്ള ചാൻസ് ഇല്ല. പിന്നെ എവിടെയാണുള്ളത്? കണ്ടക്ഷൻ കറണ്ടിൻ്റെ കേസിൽ തീർച്ചയായും ഒരു ടൈം വേരിയിങ് കറണ്ട് ഒരു വയറിലൂടെ പോയി കഴിഞ്ഞാൽ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ കണ്ടക്ഷൻ കറണ്ടിൻ്റെ കേസിൽ തീർച്ചയായും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സോഴ്സായിട്ട് അത് ആക്ട് ചെയ്യും. പിന്നെയുള്ളത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടും ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിൽ വരും അല്ലെ? ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ചാർജസ് സംഭവിക്കുന്നത്. സോ ഈ ജെ എന്ന ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു ജെ എന്ന ആംബിയസ് ലോയിനെ മാക്സ്വെൽ ഇങ്ങനെ മോഡിഫൈ ചെയ്യുവാണ്. ജെ ഈസ് കണ്ടക്ഷൻ കറൻറ്റ് പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ്, ജെ സി പ്ലസ് ജെ ഡി ആണെന്ന് പറയുവാണ്. അപ്പോൾ കണ്ടക്ഷൻ കറൻറ്റ് നമുക്കറിയാം ഡെൽ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു റോ വരുന്ന കേസാണ്. അപ്പോൾ ജെ ഡി എന്തായിരിക്കണം? നമുക്കറിയാം, നമ്മുടെ എങ്ങനെയായിരിക്കണം ഇതിൻ്റെ ഫംഗ്ഷൻ? ഡെൽ ഡോട്ട് ദി റൈറ്റ് സൈഡ് ഓഫ് ദിസ് ഈക്വേഷൻ 440 ഷുഡ് ബി ഈക്വൽ ടു 0 അല്ലേ? നമ്മൾ ബോക്സ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു 0 കിട്ടുന്നുണ്ടെങ്കിൽ ഡെൽ ഡോട്ട് ബ്രാക്കറ്റിൽ ജെ പ്ലസ് ജെ ഡി ഷുഡ് ബി ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡെൽ ഡോട്ട് ജെ ഡി ഷുഡ് ബി ഈക്വൽ ടു 0. അത് ഷുഡ് ബി ആണ്, നമ്മൾ അങ്ങനെ ചെയ്തേ പറ്റൂ, കാരണം ലെഫ്റ്റ് സൈഡ് ഈ 0 ആണ്. അങ്ങനെയെങ്കിൽ റൈറ്റ് സൈഡിന് ഈ ജെ ഡിയുടെ വാല്യൂ എന്തായിരിക്കണം? കാരണം ഡെൽ ഡോട്ട് ജെയുടെ ഇതായിരിക്കണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്തു? del dot j plus del dot jd is equal to 0, which means that
ഡെൽ ഡോട്ട് ജെ ഡി ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് ജെ. ഡെൽ ഡോട്ട് ജെ എന്താ ടൈം വേരിയിങ് ഫീൽഡിൻ്റെ കേസിൽ? ടൈം വേരിയിങ് ഫീൽഡിൻ്റെ കേസിൽ ഡെൽ ഡോട്ട് ജെ ഈസ് മൈനസ് ഡോ റോ ബൈ ഡോട്ട് ടി. അങ്ങനെയെങ്കിൽ ഡെൽ ഡോട്ട് ജെ ഡി എന്ന് പറയുന്നത് ഡോ റോ ബൈ ഡോട്ട് ടി ആണ്. ഓക്കെ, ഡെൽ ഡോട്ട് ജെ ഡി എന്ന് പറയുന്നത് മൈനസ് ഡെൽ ഡോട്ട് ജെ ആണ്. ഡെൽ ഡോട്ട് ജെ എന്താണ്? മൈനസ് ഡോ റോ ബൈ ഡോട്ട് ടി. അപ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആയി. ഡെൽ ഡോട്ട് ജെ ഡി എന്ന് പറയുന്നത് ഡോ റോ ബൈ ഡോട്ട് ടി ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിൻ്റെ റോയിനെ നമ്മളൊന്നും കൂടി മാറ്റുവാണ്. ഇതൊക്കെയാണ് ഡെൽ ഡോട്ട് ജെ ഡി ഈസ് ഈക്വൽ ടു ഡോ റോ ബൈ ഡോട്ട് ടി. അല്ലെങ്കിൽ നമ്മൾ ഇനി വീണ്ടും മാറ്റാണ്. നമുക്കറിയാം ഗോസസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് പ്രകാരം ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ. അപ്പോൾ റോയ്ക്ക് പകരം നമ്മളവിടെ ഡെൽ ഡോട്ട് ഫംഗ്ഷൻ കൊടുക്കുവാണേ. ഡെൽ ഡോട്ട് ഡി എന്നൊരു ഫംഗ്ഷൻ കൊടുക്കുവാണ്. അപ്പോൾ ഡെൽ ഡോട്ട് ജെ ഡി ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ഡോ ഡി ബൈ ഡോ ടി. അങ്ങനെയെങ്കിൽ ഡെൽ ഡെൽ ക്യാൻസൽ ചെയ്യാം, രണ്ടും ഡോട്ട് പ്രോഡക്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ മാത്രമായിട്ട് ഐസൊലേറ്റ് ചെയ്ത് കൊണ്ടുവരാമല്ലോ. ജെ ഡി ഈസ് ഈക്വൽ ടു ഡോ ഡി ബൈ ഡോ ടി. സോ ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ഡെറിവേറ്റീവാണ്, ടൈം ഡെറിവേറ്റീവാണ്. ആലോചിച്ച് നോക്കൂ, ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ടൈം ഡെറിവേറ്റീവാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് ഡെൻസിറ്റി. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ആംബിയസിൻ്റെ ലോ മോഡിഫൈ ചെയ്യുവാണ്. ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ഓക്കെ, ഇതാണ് മോഡിഫൈഡ് ആംബിയസ് ലോ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നമുക്ക് മാക്സ്വെൽസ് ഇക്വേഷൻ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ വരും. അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, അധികം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ആൻസർ ചെയ്യണം? നമ്മൾ 4 ലോയും എഴുതണം. ഓക്കെ, ആദ്യത്തെ ലോ എന്താ? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ സ്റ്റേറ്റ് ചെയ്യണം. അതിൻ്റെ ഇക്വേഷൻ എന്താ? ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. രണ്ടാമത് ഗോസസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് സ്റ്റേറ്റ് ചെയ്യണം. അതിൻ്റെ ഇക്വേഷൻ ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ. പിന്നെ ഗോസസ് ലോ ഓഫ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, യൂണിപോൾസ് എക്സിസ്റ്റ് ചെയ്യാത്ത കാരണം നെറ്റ് ഡൈവേർജൻസ് ഫ്രം എ മാഗ്നറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. സോ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 ആണ്. നാലാമത്തെ ആംബിയസ് സർക്യൂട്ടൽ തിയറം എഴുതണം. ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ. അതിലേക്ക് എന്തുകൊണ്ട് മാക്സ്വെൽ അതിനെ മോഡിഫൈ ചെയ്തെന്നും മോഡിഫൈ ചെയ്ത് കിട്ടിയ ഇക്വേഷൻ എന്താണ്? ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി എന്ന ഇക്വേഷൻ വരെ എത്തിക്കണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഇൻ്റഗ്രൽ ഫോംസ് എഴുതണം. ഇതാണ് നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആൻസർ മാക്സ്വെൽസ് ഇക്വേഷൻ്റെ കേസിൽ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.